നമസ്കാരം. ഓം ഓം കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം സർഗം 32. രാവണൻ ചില്ലറക്കാരനൊന്നും അല്ലല്ലോ. രാവണൻ്റെ അസാമാന്യ ശക്തിയെപ്പറ്റി എല്ലാവർക്കും അറിയാം. രാമൻ അതിപരാക്രമിയും യുദ്ധവൈദഗ്ധ്യത്തിൽ അസാമാന്യമായ സാമർഥ്യം പ്രകടിപ്പിക്കുന്നവനുമൊക്കെയാണെങ്കിലും ശൂർപ്പണയ്ക്ക് തോന്നിയത് രാമനെ തോൽപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കുമെന്നാണ്. എന്നിട്ട് ശൂർപ്പണഖ കണ്ട രാവണൻ്റെ മഹത്വം വിവരിക്കുകയാണ്. എങ്ങനെയൊക്കെയുള്ള ആളാണ് രാവണനെന്ന് വളരെ വിശദമായിട്ട് വിവരിക്കുകയായിരുന്നു കഴിഞ്ഞ ശ്ലോകങ്ങളിൽ. 20 കൈകളുള്ളവനും 10 തലയുള്ളവനുമൊക്കെയാണല്ലോ രാവണൻ. അതുപോലെ പർവ്വതങ്ങളെയൊക്കെ പറിച്ചെറിയുന്നവനും ദേവന്മാരെയൊക്കെ മർദ്ദിക്കുന്നവനും എപ്പോഴും യജ്ഞങ്ങൾക്ക് വിഘ്നം വരുത്തുന്നവനുമാണ് രാവണൻ. ഇത്രയും ശക്തിമാനായാലും രാവണൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വളരെ ദുഷ്ടത നിറഞ്ഞതായിരുന്നു. അങ്ങനെയൊക്കെ ശൂർപ്പണഖ രാവണനെ പറ്റി ചിന്തിക്കുന്ന ഭാഗമാണ് വിവരിച്ചു കൊണ്ടിരുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 14-15. തക്ഷകസ്യ പ്രിയാം ഭാര്യാം പരാജിത്യ ജഹാരയ കൈലാസം പർവ്വതം ഗത്വാ വിജിത്യ നരവാഹനം വിമാനം പുഷ്പകം തസ്യ കാമകം വൈജഹാരയ വനം ചൈത്രരഥം ദിവ്യം നളിനിം നന്ദനം വനം. 14-15 ശ്ലോകങ്ങളുടെ അർത്ഥം. വാസുകിയുടെ സഹജനായ തക്ഷകൻ്റെ പ്രിയ ഭാര്യയെ കീഴ്പ്പെടുത്തി അപഹരിച്ചവനും കൈലാസ പർവ്വതത്തിൽ പോയിട്ട് കുബേരനെ തോൽപ്പിച്ച് ഇഷ്ടമുള്ള ദിക്കിലേക്ക് പറപ്പിക്കാവുന്ന പുഷ്പക വിമാനം അപഹരിച്ചു കൊണ്ടുപോകുന്നവനും ചൈത്രരഥമെന്ന കുബേര ഉദ്യാനത്തെയും അതിലെ താമരപ്പൊയ്കയെയും ഇന്ദ്രൻ്റെ നന്ദനവനത്തെയും കൈക്കലാക്കിയവനാണ് രാവണൻ. ശ്ലോകം 16, 17, 18, 19 പാരായണം ചെയ്യാം. ശ്ലോകം 16. വിനയാശയതി ക്രോധാത് ദേവോദ്യാനാനി വീര്യവാൻ ചന്ദ്രസൂര്യൗ മഹാഭാഗ വൃത്തിഷ്ടന്തൗ പരം തപൗ നിവാരയതി ബാഹുഭ്യാം യ ശൈലശിഖാരോപമഃ ദർശ വർഷസഹസ്രാണി തപസ്തപ്ത്വാ മഹാവനേ. പുരാ സ്വയംഭുവേ ധീരേ ശിരംസ്യ ഉപഹാരയ ദേവദാനവഗന്ധർവ പിശാച പതഗോരഗൈ. അഭയം യസ്യ സംഗ്രാമേ മൃത്യുതോ മാനുഷാദ്യതേ മത്രൈരഭിഷ്ടുതം പുണ്യം അധ്വരേഷു വിജാതിഭിः. 16 തുടങ്ങി 19 വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം. മറ്റ് ദേവോദ്യാനങ്ങളെയും ക്രോധത്തോടെ നശിപ്പിച്ചവനും
ഉദിച്ചുയരുന്ന സൂര്യചന്ദ്രന്മാരെ ബാഹുക്കൾ കൊണ്ട് തടുത്ത് നിർത്തുന്നവനും ശൈല ശിഖരങ്ങൾക്ക് സദൃശനും മഹാവനത്തിൽ 10 കൊല്ലം തപസ് ചെയ്തിട്ട് സ്വയംഭൂവിനെ, അതായത് ബ്രഹ്മാവിനെ പ്രത്യക്ഷനാകാൻ ശിരസ്സുകൾ അറുത്തു ഹോമിച്ചവനും മനുഷ്യനിൽ നിന്നല്ലാതെ ദേവ ദാന ഗന്ധർവ പിശാച പദ ഘോരാഹാദികളിൽ നിന്ന് മരണം ഉണ്ടാകാത്തവനും ആയിട്ടുള്ള രാവണനെ അവിടെ കണ്ടു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.